അപ്പൊ നമ്മൾ ലക്ഷദ്വീപ് അടുക്കാറായിട്ടുണ്ട് ട്ടാ. അപ്പം വെള്ളം നോക്കി മക്കളെ, പതിച്ച് പറിച്ച് മറിയുന്നു. എന്താലേ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ആ ലോഗ് നോക്കിയാൽ അറിയാൻ കഴിയും. ഒരു ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന ലക്ഷദ്വീപിൽ ഞങ്ങൾ പോകുന്ന ചിത്രത്തൻ ദ്വീപിൽ നിന്നുള്ള ലൈറ്റ് ആണ്. കാരണം പിന്നെ വെള്ളത്തിന്റെ മുകളിലാണ് ഞങ്ങൾ ചെറുതായിട്ട് പൊന്തിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ അറിയില്ല. വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ പൊന്തി നിൽക്കുക, ചെറിയൊരു പൊന്തി നിൽക്കുന്നത്. ആ കാണുന്നതാണ് ലക്ഷദ്വീപിൽ ഞങ്ങൾ പോകുന്നത്. അവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് അറിയാം, ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അവിടെ എത്തണം നമുക്ക് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ എത്തും. വേറെ ഒന്നും കാണാൻ കഴിയില്ല, അവിടെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാണുന്നുണ്ടോ ലോങ് അവിടെ മാത്രം ഒന്ന് വെള്ളത്തിന്റെ മുകളിൽ ഒരു പൊന്തി നിൽക്കണ മാതിരി. അതാണ് ഐലൻഡ് ലക്ഷദ്വീപ്, ചിത്ലാത്ത്. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവിടെ ടവറിനകത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ഉണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഏകദേശം കാണാൻ കഴിയാക്കരം. ആ ടവർ ഉണ്ടോ, ടവർ ഉണ്ട്. ആ പൊന്തി നിൽക്കണ ഈ തല മുതൽ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുണ്ടോ, ആ പൊന്തി നിൽക്കുന്ന ആ തല മുതൽ മറ്റേ തല വരെ ഉള്ളൂ ഈ ദ്വീപ്. എന്ന് വെച്ചാൽ ഏകദേശം എത്ര സെന്റിമീറ്റർ വെച്ചാലേ 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നീളം. വീതി ഏകദേശം ഒരു മീറ്ററിനടുത്ത്, 1 കിലോമീറ്ററിനടുത്തൊക്കെ ഉണ്ടാവുള്ളൂ. അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്താൽ എല്ലാ വീഡിയോസും കാണാൻ കഴിയൂട്ടാ. അപ്പോൾ ഏകദേശം കാണുന്നുണ്ടാവുമല്ലോ, ഉണ്ടോ? നമ്മൾ ഈ ഫോണിൽ കാണുന്ന ഈ ഈ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ മറ്റേ തല ഉണ്ടാവും. അത്രേ ഉള്ളൂ ദ്വീപ്. ലൈറ്റ് ഹൗസ് ഇതാ അങ്ങനെ കണ്ടു നോക്കണേ. ആ ഉണ്ടോ, ലൈറ്റ് പിന്നുന്നുണ്ടല്ലോ, അത് ചുവപ്പും വൈറ്റും ആണ് ലൈറ്റ് ഹൗസ്. നമ്മളിങ്ങനെ ഏകദേശം ദ്വീപിനോട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ശരിക്കും കാണുന്നുണ്ടാവുമല്ലോ ദ്വീപ്. ഇതാ കാണുന്ന ലൈറ്റ് ഹൗസുകള്. തെങ്ങാട്ട കാണുന്നത്. ഇവിടെ തൊട്ട് ആ തല വരെ ഫുള്ള് തെങ്ങാണ്. ദ്വീപുകൾ ഏറ്റവും കൂടുതലുള്ള തെങ്ങല്ലേ. ഇപ്പൊ കാണുന്ന ഏകദേശം നമ്മൾ അതിനോട് അടുക്കാറായിട്ട്. നമ്മളെ കപ്പൽ ഒരിക്കലും അതിന് തൊട്ടടുത്തേക്ക് പോകില്ല കേട്ടോ, അടി തട്ടുമായിരിക്കും. അതുകൊണ്ട് കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് പിന്നെ നമ്മളെ ചെറിയ ബോട്ടുകൾ വന്ന് നമ്മൾ കൊണ്ടുപോകും. ഏകദേശം കുറച്ചും കൂടി കഴിഞ്ഞാൽ ബോട്ട് നമ്മുടെ അടുത്തേക്ക് എത്തും. ഇപ്പൊ കറക്റ്റ് കാണാൻ കഴിയില്ലേ. ആ കാണുന്ന അത്ര ഭാഗം തന്നെ ഉള്ളൂ ഈ ദ്വീപ്. ലക്ഷദ്വീപ് ആകെപ്പാടെ അത്ര സ്ക്വയർ ഫീറ്റ് ആ കാണുന്ന ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന കറക്റ്റ് ഫോക്കസ്, കറക്റ്റ് ദ്വീപ് ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത്.
നമ്മളെ കപ്പൽ ചുറ്റി ചുറ്റി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാട്ടോ. ഇവിടെ ഒന്നും ഏകദേശം അടുത്തേക്ക് പോവാതെ ഓപ്പോസിറ്റ് ഭാഗത്ത് പോയിട്ട് അവിടുന്നാണ് പിന്നെ ആൾക്കാരെ ഇറക്കാനുള്ള പരിപാടി നോക്കട്ടോ. കപ്പലിങ്ങനെ വള്ളത്തിൽ കൂടെ അങ്ങനെ തളച്ച് മറിഞ്ഞു പോവാണ്. ആ വള്ളം നോക്കി മക്കളെ, അത് കണ്ടാൽ തന്നെ പോലെ. ആ ലോങ് സംഗതിയാണ്. കുറേ നമ്മളെ ആൾക്കാരെ ഇതിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി വരാൻ ഉദ്ദേശിക്കുന്ന ചെറിയ ബോട്ടുകളാട്ടോ. ഉണ്ടാവും, 1, 2, 3, 4, 5, 6 ഉണ്ടാവും. അതൊക്കെ നമ്മളങ്ങോട്ട് ആൾക്കാരെ കപ്പലിൽ നിന്ന് കരക്കടിപ്പിക്കാൻ വേണ്ടി വരുന്ന ബോട്ടുകളാണ്. കപ്പൽ നമ്മളെ ദ്വീപിലൂടെ അടുക്കൂല കേട്ടോ. ഒരുപാട് പുറത്ത് നിർത്തിയിട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ചെറിയ ബോട്ടുകളുടെ ആൾ വരുന്നുണ്ടോ, ഇതിൽ കയറാൻ ആൾ വരുന്നുണ്ട്, എന്നിട്ട് ഇതിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാ വരുന്ന നമ്മളെ കൊണ്ടുപോവാൻ ചെറിയ ചെറിയ ബോട്ടുകളിൽ നിന്ന്. ബാക്കി വീഡിയോ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്.